എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാസ്ത ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാസ്ത വേവിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ പാസ്തയിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇനി വെള്ളം ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ഇത് റെഡിയാവും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം കൂടെ ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു സ്പൂണിൽ ഇതുപോലെ എടുത്തിട്ട് വേറൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീയെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പൊടി കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പാസ്തയ്ക്ക് 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. അല്ലെങ്കിൽ ആ പൊടിയൊക്കെ കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സോസ് ഒന്ന് ചൂടായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിതുപോലെ ചിക്കൻ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ്, മഷ്റൂം, സവാള ഇതൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ചീസ് ചേർക്കുന്നതുകൊണ്ട് നമ്മളിത് ചൂടോടുകൂടെ തന്നെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി അഥവാ ഇപ്പോൾ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചൂടുപാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ഇത് കുറച്ചുകൂടി ഒന്ന് റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിലിപ്പം 1.5 കപ്പ് പാലാണല്ലോ ചേർത്തത്. അപ്പോൾ അതിന് പകരം 1 കപ്പ് പാലും അതുപോലെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഇത് റിച്ചായി വരും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടുകൂടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നൂല് പോലെ വന്നിരിക്കുന്നത് നമ്മൾ ചീസ് ചേർത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.